അപ്പോൾ വെൽക്കം ബാക്ക് ടു അക്വ ആൻഡ് കമ്പനി. നമ്മുടെ ഇന്നത്തെ യാത്ര വളരെ പ്രത്യേകതയുള്ളതായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മളിന്ന് പോകുന്നത് ഹിരോഷിമ പീസ് മെമ്മോറിയലിലോട്ടാണ്. നമ്മൾ താമസിക്കുന്നത് ഒസാക്കയിലാണ്. ഒസാക്കയിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ പിടിച്ച് നമ്മൾ ഹിരോഷിമയിൽ പോവാണ്. നമ്മൾ പോകേണ്ട ബുള്ളറ്റ് ട്രെയിൻ എത്തിക്കഴിഞ്ഞു. നമ്മൾ പതിയെ അതിലോട്ട് കയറും. എന്നിട്ട് ഹിരോഷിമയിൽ ഇറങ്ങി ഹിരോഷിമ പട്ടണത്തിലൂടെ ചെറുതായി ഒന്ന് കറങ്ങി പീസ് മെമ്മോറിയലിൽ എത്തുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടാർഗറ്റ്. ജപ്പാൻ ചരിത്രത്തിലെ ഏറെ ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും അതോടൊപ്പം ഭാവിയിലേക്ക് ഏറെ പ്രതീക്ഷയോടുകൂടി ഓരോ മനുഷ്യനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരിടം കൂടെയാണ് ഹിരോഷിമ. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള യാത്രയാണ് ഹിരോഷിമയിലോട്ടുള്ള ഈ യാത്ര. അത് അക്കുനും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാനും ആശാനും പ്രതീക്ഷിക്കുന്നത്. ഹിരോഷിമയിലോട്ടുള്ള ഷിൻകാൻസൻ അഥവാ ബുള്ളറ്റ് ട്രെയിനിൽ കയറി നമ്മുടെ സ്ഥാനമൊക്കെ നമ്മൾ ഉറപ്പിച്ചു. 1945 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അറ്റോമിക് ബോംബിട്ട് തകർത്ത ഹിരോഷിമ നഗരം ഇന്ന് ഇതുപോലെ മനോഹരമായിട്ടാണ് ജപ്പാൻ പടുത്തുയർത്തിയിരിക്കുന്നത്. അത്രയും മനോഹരമായ ജപ്പാന്റെ ഹിരോഷിമ നഗരത്തിൽ നമ്മൾ എത്തി. ജപ്പാനിലെ തന്നെ മറ്റ് സിറ്റി സൈഡ്സിലൊന്നുമില്ലാത്ത ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ ഉണ്ട്. അതാണ് ഈ സ്ട്രീറ്റ് കാർസ്. കാണുമ്പോൾ ഒരു ട്രാമൊക്കെ പോലെ ഇരിക്കും. അന്ന് അറ്റോമിക് ബോംബ് ഇവിടെ പതിച്ച സമയത്ത് ഓടിക്കൊണ്ടിരുന്ന സ്ട്രീറ്റ് കാർ ക്യാബിൻസ് പോലും ഇന്നും ഓപ്പറേഷനിലായിട്ട് ഇവിടെ ഉണ്ട്. അത് അന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായും മറ്റും ഒക്കെയായി കൺസേർവ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഹിരോഷിമ കോർപ്പറേഷൻ. അപ്പോൾ നമ്മൾ ആ നഗരത്തിലൂടെ വണ്ടികളുടെ ഇടയിലൂടെ റോഡിലൂടെ ട്രാമിങ്ങിനെ പോകാമെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതുപോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹിരോഷിമ പീസ് മെമ്മോറിയലിൽ ഇറങ്ങും. അങ്ങനെ നമ്മൾ ഹിരോഷിമ പീസ് മെമ്മോറിയലിൻ്റെ അടുത്തുള്ള ട്രാം സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഇതാണ് ട്രാക്സ്. അതിൻ്റെ തന്നെ ഇടതുവശത്തായിട്ട് കാറും ബസ്സും ഒക്കെ പോകുന്ന റോഡുകളുണ്ട്, ഇടതും വലതും വശത്തായിട്ട്. ഇവിടെ നിന്ന് നമ്മൾ പീസ് മെമ്മോറിയലിലോട്ട് നടന്നു പോകുമ്പോൾ ആദ്യം കാണാൻ പോകുന്ന എയർ ബോംബ് ഡോം എന്നറിയപ്പെടുന്ന ഒരു സ്മാരകമാണ്. അന്ന് അറ്റോമിക് ബോംബ് വീണ് കത്തിയെരിഞ്ഞപ്പോൾ, ഈ നഗരത്തിൽ ഒന്നും ബാക്കിയില്ലാതെ കത്തിയെരിഞ്ഞപ്പോൾ ആ ബോംബിന്റെ ആഘാതം വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ഇത്രയെങ്കിലും ബാക്കിയായത് ഈ ഒരു ബിൽഡിംഗ് മാത്രമാണ്. ജപ്പാൻ സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതിരൂപമായിട്ട് പടുത്തുയർത്തിയ ഈ ഹിരോഷിമ ലോകത്തിന്റെ മനസാക്ഷിക്ക് എന്നും ഒരു ഓർമ്മപ്പെടുത്തലും പ്രതീക്ഷയുമായി നിലനിൽക്കും. അതിലിത്തിരി വേദന തോന്നുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്നും ഹിരോഷിമ കൺവേ ചെയ്യുന്ന ആ സന്ദേശം ലോകത്തിന്റെ ചെവിയിൽ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു അറ്റോമിക് ന്യൂക്ലിയർ വാറും ഉണ്ട്. ഒരു രാജ്യം എന്തുമാത്രം വേദന സഹിക്കേണ്ടി വരുന്നു, എന്തുമാത്രം ദുരിതത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ള നേർക്കാഴ്ച കൂടിയാണ് ഹിരോഷിമയും നാഗസാക്കിയും നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ലോകരാജ്യങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുറവിളികൾ നടത്തിക്കൊണ്ടിരിക്കും. അതും വെറും യുദ്ധമല്ല, ന്യൂക്ലിയർ വാർസ് അഥവാ ജപ്പാൻ അന്ന് അമേരിക്കയിൽ നിന്ന് ഏറ്റുവാങ്ങിയ അറ്റോമിക് ബോംബിനേക്കാൾ വലിയ ദുരിതവും വേദനയും വിതയ്ക്കാൻ ഉതകുന്ന യുദ്ധങ്ങളാണ് ഓരോ രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിക്കായി കാണിക്കാനും ഉപയോഗിക്കാനും ഇന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 6, 1945 അന്ന് രാവിലെ 8:15 ലിറ്റിൽ ബോയ് എന്ന പേരുള്ള അമേരിക്കൻ അറ്റോമിക് ബോംബ് ഈ ബിൽഡിങ്ങിൽ വീഴുന്നത്. ഇതിനെ എ ബോംബ് ഡോം എന്നാണ് ഇന്ന് മെമ്മോറിയലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ അന്ന് വളരെ രാവിലെ ആയതുകൊണ്ട് നിറയെ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അറ്റോമിക് ബോംബാണ് വീണത്. അടുത്ത് നിൽക്കുന്ന ഇവിടെ പൊട്ടിത്തെറിച്ച് അവിടെ നിൽക്കില്ല. അറ്റോമിക് ബോംബിൻ്റെ അവശിഷ്ടങ്ങളും റേഡിയേഷനും ആ നഗരം മുഴുവൻ വ്യാപിച്ചു. 6 ഓഗസ്റ്റ് 1945 അന്ന് ഇവിടെ എന്തൊക്കെ നടന്നു എന്നതിനെ പറ്റിയുള്ള ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബോർഡ് കൂടെയാണിത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ദിവസം രാവിലെ അമേരിക്കൻ വെതർ വിമാനങ്ങൾ സൈറൺ മുഴക്കി ഈ നഗരത്തിന് മുകളിൽ കൂടെ പോയിരുന്നത്. എന്നും യുദ്ധം തുടങ്ങിയത് മുതൽ എന്നും ഇത്തരം ഫോൾസ് അലാംസ് കേട്ട് ശീലിച്ച ഹിരോഷിമ നഗരവാസികൾ അതും വലിയ കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷെ കുറച്ചു സമയത്തിനുള്ളിൽ അമേരിക്കൻ ബോംബർ വിമാനമായ B-29 ഇനോള ഗേ നഗരത്തിന് മുകളിൽ കൂടെ പറന്ന് ആദ്യത്തെ
അറ്റോമിക് ബോംബ്, ലോകത്തെ തന്നെ ആദ്യത്തെ അറ്റോമിക് ബോംബ് ഈ ഹിരോഷിമ നഗരത്തിലേക്ക് പതിപ്പിച്ചു. മിക്കപ്പോഴും തെളിഞ്ഞ ആകാശമുള്ള ഹിരോഷിമ നഗരം തന്നെ അമേരിക്ക ഈ അറ്റോമിക് ബോംബ് പതിപ്പിക്കാൻ തിരഞ്ഞെടുക്കാൻ കാരണമായത്രേ. നോല ഗേ എന്ന അമേരിക്കൻ യുദ്ധവിമാനം തകർത്ത് എരിച്ചു കളഞ്ഞ ഹിരോഷിമ നഗരത്തിലെ ഇന്നത്തെ ജനങ്ങളും ഭീതികളും സമാധാനവും സന്തോഷവും ഒക്കെയാണ് ഇപ്പോൾ ഹിരോഷിമയിൽ വന്ന ഏതൊരു മനുഷ്യനും ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെ നമുക്കും ഫീൽ ചെയ്യാൻ സാധിച്ചു. ഹിരോഷിമ നഗരത്തിന്റെ മറ്റൊരു പേരാണ് ദ സിറ്റി ഓഫ് റിവേഴ്സ്. ഈ കാണുന്ന ഓട്ട റിവറും അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറീസാലും ചുറ്റപ്പെട്ട ഒരു നഗരമാണ് ഹിരോഷിമ. അന്ന് രാവിലെ അറ്റോമിക് ബോംബ് ലിറ്റിൽ ബോയ് ഈ ഹിരോഷിമയിൽ വീഴുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ആ പൊട്ടിത്തെറിയും അതിനെ തുടർന്നുണ്ടായ സഹിക്കാൻ പറ്റാത്ത ചൂടും എന്താണ് ഏതാണ് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സമയത്തിനുള്ളിൽ അവരുടെ തൊലിയും മാംസവും ഉരുകി ഒലിക്കാൻ തുടങ്ങിയത്ര. സഹിക്കാൻ പറ്റാത്ത ആ ചൂടിൽ ഓരോ മനുഷ്യനും ഓടിക്കിതച്ച് ഈ ഓട്ടാ റിവറിന്റെ കരയിലോട്ട് വരികയും അവിടെ തന്റെ ശരീരം തണുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്ര. പക്ഷെ അപ്പോഴും അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറ്റോമിക് ബോംബിന്റെ ആഫ്റ്റർ എഫക്ട്സ് എത്ര നാൾ നീണ്ടുപോകുന്നതും അവരുടെ ജീവൻ തന്നെ എടുക്കാൻ കെൽപ്പുള്ളതുമാണ് എന്നതും. നഗരത്തിലെ ഓരോ ജീവനും ഉരുക്കി കളഞ്ഞ ആ അറ്റോമിക് താപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി എല്ലാ മനുഷ്യരും ഓട്ടാ റിവറിന്റെ കരയിലെത്തിയത്ര. ഏറ്റവും കൂടുതൽ ശവശരീരം അതുകൊണ്ട് തന്നെ കണ്ടെത്തിയതും ഓട്ടാ റിവറിന്റെ കരയിലാണ്. ഈ കണ്ട ദൃശ്യങ്ങളൊക്കെ ബെയർ ഫുട്ട് എന്ന ഒരു ജപ്പാനീസ് ആനിമേറ്റഡ് മൂവിയിൽ നിന്നാണ് കേട്ടോ. ഹിരോഷിമ പീസ് മെമ്മോറിയലിനെ പറ്റി വായിക്കുമ്പോൾ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കാൻ സാധ്യതകളാണ് സദാക്കോ സസാക്കിയെ പറ്റി. സദാക്കോ സസാക്കിയുടെ ഒരു മെമ്മോറിയലാണ് ആ നേരെ കാണുന്നത്. അതിന് മുകളിൽ അവൾ ഉണ്ടാക്കിയ പേപ്പർ ക്രെയിൻ, ഒറിഗാമി പേപ്പർ ക്രെയിൻ പിടിച്ച് നമ്മൾ മുകളിലേക്ക് നിൽക്കുന്ന ഒരു സ്റ്റാച്യു ആണ് കാണുന്നത്. അതിനോട് തൊട്ട് താഴെ ഒരു പീസ് ബെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെല്ലുണ്ട്. അപ്പോൾ അത് അടിക്കുന്നതോട് കൂടെ നമ്മൾ സസാക്കിയുടെ കൂടെ തന്നെ സമാധാനത്തിനും ഈ അറ്റോമിക് ബോംബ് കാരണം ഉണ്ടായ ആ ദുരിതങ്ങളിൽ നിന്നും ആ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് സിംബോളൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ഒരവസരം കിട്ടി ആ പീസ് ബെല്ല് അടിച്ച് സമാധാനത്തിന്, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി സസാക്കിയുടെ കൂടെ പ്രാർത്ഥിക്കാം. സദാക്കോ സസാക്കിയുടെ 2ാം വയസ്സിലാണ് അമേരിക്ക അറ്റോമിക് ബോംബ് ഈ ഹിരോഷിമ നഗരത്തിൽ ഇടുന്നത്. അപ്പോൾ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട സദാക്കോ സസാക്കി ഒരു പിയർ ഗ്രൂപ്പ് സുഹൃത്തുക്കളുടെ കൂടെയാണ് വളരുന്നത്. പക്ഷേ ആ വളരുന്ന കാലയളവിൽ ഒരു 10 വർഷത്തോടടുപ്പിച്ച് അവൾ ജീവിച്ചെങ്കിലും അതിനിടയിൽ അവൾക്ക് ലുക്കീമിയ ബാധിക്കുകയുണ്ടായി. അവൾക്ക് മാത്രമല്ല, ആ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികളുടെ ഇടയിൽ ലുക്കീമിയ കൂടുതലുണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായത് ഈ അറ്റോമിക് ബോംബിൽ നിന്നുണ്ടായ റേഡിയേഷൻ കാരണമാണ് ഇത്രയധികം ലുക്കീമിയ കുട്ടികളുടെ ഇടയിൽ അവിടെ ഉണ്ടാവാൻ കാരണമായതത്ര. സദാക്കോ സസാക്കിയുടെ പീസ് ബെല്ലിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ കാണുന്നതാണ് ദ പീസ് ഫ്ലെയിം എന്നറിയപ്പെടുന്നത്. ഈ പീസ് ഫ്ലെയിം കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. വളരെ വാലിഡ് ആയിട്ടുള്ള, നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ആ പീസ് ഫ്ലെയിമിൻ്റെ മെസ്സേജ്. അതെന്തെന്ന് വെച്ചാൽ, ലോകത്ത് ഒരു രാജ്യത്തും എവിടെയും ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാതാകുന്ന ഒരു കാലത്ത് ആ പീസ് ഫ്ലെയിം കെടുത്തു അത്രേ. അത് കത്തി എരിയുന്നത് ഭംഗിയോ പ്രതീക്ഷയോ അല്ല കാണിക്കുന്നത്, ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺ റേസ് ആണ്. അപ്പോൾ അതില്ലാതാവുന്ന ഒരു കാലത്ത് അത് കെടുത്തുകയും ലോകം സമാധാനത്തിന് വെൽക്കം ചെയ്യുകയും ചെയ്യുമെന്നാണ് ജപ്പാൻ വിശ്വസിക്കുന്നത്. സദാക്കോ സസാക്കിയുടെ ജീവിതകഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഒറിഗാമി പേപ്പർ ക്രെയിൻസ്. 1000 ഒറിഗാമി പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കി ഒരു പ്രാർത്ഥന പറഞ്ഞാൽ അത് നടക്കുമെന്നൊരു ജപ്പാനീസ് വിശ്വാസമുണ്ട്. അതിൽ വിശ്വസിച്ച സദാക്കോ ഇങ്ങനെ 1000 ഒറിഗാമി പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കാൻ ഒരുങ്ങുകയും അത് ഉണ്ടാക്കി തീരുന്നതിന് മുന്നേ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. ലുക്കീമിയ ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം അവളുടെ സുഹൃത്തുക്കളും അതറിഞ്ഞ പല വെൽവിഷേഴ്സ് ഇന്നും അവിടെ പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കി അവളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാണ്. ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയുള്ള ഒറിഗാമി പേപ്പർ ക്രെയിനിന്റെ വലിയ ഒരു സ്റ്റാച്യു ആണിത്. ഇതിൽ ഇവിടെ വരുന്ന എല്ലാവർക്കും അവരുടേതായ പീസ് മെസ്സേജസ് എഴുതാം. അതാണ് അക്കു ഇവിടെ ചെയ്യുന്നത്. ജപ്പാന്റെ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നതിനിടയിൽ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ജപ്പാന്റെ ഈ അറ്റോമിക് ബോംബിന് മുന്നേയുള്ള ചരിത്രം. വളരെയധികം ഇമ്പീരിയലിസ്റ്റിക് ഇൻട്രസ്റ്റോടുകൂടെ യുദ്ധക്കൊതിയന്മാരായിട്ട് വാണ ജപ്പാൻകാരുടെ ഒരു കാലം കൂടി ഉണ്ടായിരുന്നു ഈ ലോകത്തിന്.
ചുറ്റുമുള്ള രാജ്യങ്ങളെ കയ്യേറിയും യുദ്ധം ചെയ്തും ഉപദ്രവിച്ചും ഒക്കെ അവരുടെ ശക്തി കൂടുതൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കാലം. ആ കാലത്തിൻ്റെ അവസാനം ഈ അറ്റോമിക് വാറിലൂടെയാണ് ഉണ്ടായത്. അത് ഉണ്ടായത് ഇങ്ങനെയൊരു സർവനാശം അനുഭവിച്ചുകൊണ്ടാവേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കഥയിലെ എനിക്ക് സങ്കടം ഉണ്ടാകുന്ന കാര്യം. ഇന്നീ കാണുന്ന ജപ്പാൻ്റെ എല്ലാ രീതികളും സാമൂഹികമായും ഓരോരോ മനുഷ്യരുടെ സ്വഭാവത്തിലായാൽ പോലും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു കരുണയും കൺസിഡറേഷനും ആ ലേൺഡ് ബിഹേവിയർ റൂൾസ് ഫോളോ ചെയ്യാനായി കഴിഞ്ഞാലും മറ്റ് ജനതയെ ബഹുമാനിക്കുന്നതായാലും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് അത്തരം ഒരു വേദന, ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ വേദന അനുഭവിച്ചതിലൂടെയാണ് എന്ന് ഓർക്കുമ്പോൾ ഇന്നും സങ്കടം തോന്നുകയാണ്. അപ്പോൾ 1945 1945 അറ്റോമിക് ബോംബ് ഇവിടെ വീഴുകയും 1949 ജപ്പാൻ തീരുമാനിക്കുകയാണ് ലോകത്തിന് തന്നെ സമാധാനത്തിൻ്റെ പ്രതീകമായി ഈ നഗരത്തെ, ഹിരോഷിമയെ വാർത്തെടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. ഇന്ന് യുദ്ധക്കൊതിയിൽ തുള്ളുന്ന എല്ലാ ലോകരാജ്യങ്ങളും അതോർത്താൽ നന്നായിരുന്നേനെ. ലോകരാജ്യങ്ങൾ തങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പണിൻ്റെ സ്റ്റോക്ക് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇത്. അതിൽ നോക്കിയാൽ മനസ്സിലാവും ജപ്പാൻ്റെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ മൈനസ് വാല്യൂലാണ് അത്രേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അവരത് നിർമ്മിക്കുകയോ അത് ഉപയോഗിക്കുകയോ മറ്റു രാജ്യങ്ങളെ അത് വെച്ച് ത്രെട്ടൻ ചെയ്യുകയോ ചെയ്യില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ അവർ തീരുമാനിച്ചതിലൂടെ അവർ ഒരു ന്യൂക്ലിയർ വാറിൻ്റെയും ഭാഗം ചേരുകയില്ല എന്നും അവർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പ്രതിജ്ഞ എടുത്തിരുന്നെങ്കിൽ ലോകം എത്ര സമാധാനമായിപ്പോയനല്ലേ. പക്ഷെ അല്ല, സമാധാനത്തെക്കാൾ ഉപരി വേറെ എന്തൊക്കെയാണ് എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്ന് ഓട്ടാ റിവറിന് കുറുകെയുള്ള പാലത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു റോബോട്ട് പട്ടി വളരെ ഇണക്കത്തിൽ വന്നിങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കും, നമ്മളെ കൂടെ നടക്കും, നമ്മളെ വഴി ഗൈഡ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു റോബോട്ട് പട്ടിയെ കണ്ടു. അപ്പോൾ വളരെ അത്ഭുതത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ എല്ലാം കയ്യിൽ അതിൻ്റെ ഓണർ അതിനെ കൊടുക്കുകയുണ്ടായി. അക്കുനും കുറച്ച് നേരം അതിനെ പിടിച്ച് നടക്കാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി. ഒരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ വായിച്ചിട്ടും കേട്ടിട്ടും മാത്രം പരിചയിച്ച ഈ ഹിരോഷിമയുടെ കഥകളും കാര്യങ്ങളും ഒക്കെ നേരിട്ട് കാണാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ എനിക്ക് ഈ ഒരു യാത്രയിലൂടെ സാധിച്ചു. ഞാൻ പറഞ്ഞ കഥകളിലൂടെ നിങ്ങൾക്കും കുറച്ചൊക്കെ അത് അനുഭവിക്കാനും കാണാനും പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി കാണും വരെ ബായ്. പിന്നെ മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.